നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ ദേവീക്ഷേത്ര പുനഃസമർപ്പണം 2025 ജൂൺ 7 പ്രത്യേക പൂജകളോടെ ആരംഭിച്ചു. 7-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണി മുതലുള്ള ഗണപതി പൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ച് പ്രസാദ ശുദ്ധിക്രിയകൾ വാസ്തുപുണ്യാഹം പൂജയോടെ അവസാനിച്ചു. 2-ാം ദിവസമായ 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെ ആരംഭിച്ച് പ്രോക്തഹോമം, സംവാദ പ്രോക്ഷണം, കലശ പ്രോക്ഷണം, പ്രായച്ചിത്ത പ്രോക്ഷണം, കാൽ കഴുകിച്ച് ഊട്ട്, ദാനം എന്നിവയോടെ ചടങ്ങുകൾ അവസാനിക്കും. തുടർന്ന് 11 മണി മുതൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, ഉച്ചയ്ക്ക് 1 മണി മുതൽ അന്നദാനം, രാത്രി 7 മണി മുതൽ പാട്ടും വിളക്കും, രാത്രി 9 മണി മുതൽ പടയണി എന്നിവയും നടക്കും. അകത്ത് കണ്ടത് പുറത്ത് പറയരുത് എന്ന കടയ്ക്കലമ്മയുടെ തിരുവരുൾ പ്രകാരമുള്ള അനുഷ്ഠാനത്തിൽ യാതൊരു കോട്ടവും വരാതെയാണ് അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്ന കടയ്ക്കലമ്മയുടെ തിരുവരുൾ പ്രകാരമുള്ള അനുഷ്ഠാനത്തിൽ യാതൊരുവിധ കോട്ടവും സംഭവിക്കാതെയാണ് പള്ളിയറയുടെ നവീകരണം പൂർത്തിയാക്കിയത്. നിലനിർത്തി ചിട്ടപ്പെടുത്തി നാട്ടുകാരുടെ മൊത്തവും ഭക്തരുടെ സഹായത്തോടെയായി നടത്തുക. അതുകൊണ്ട് ശരിക്കും വിശ്വാസികൾക്ക് വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും മനസ്സർപ്പിക്കുന്നതിനുള്ള അവസരം എന്നും ഇവിടെ ഉണ്ടായിരിക്കും. അതെല്ലാവരും വിശ്വാസമുള്ളവരെല്ലാവർക്കും എത്തിച്ചേരാൻ കടയ്ക്കൽ ക്ഷേത്രം പണ്ടേ പ്രശസ്തമാണ്. ദേവീക്ഷേത്രം എല്ലാവരും മനുഷ്യന്റെ മനസ്സുകൾക്ക് നന്മ ഈശ്വരചിന്ത ആണ് ഇവിടെ നിൽക്കുന്നത്. ജീവിതത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സാധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നമ്മൾ ചെയ്തത്. അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന കടയ്ക്കലമ്മയോട് എന്നും നമുക്ക് തീരാത്ത കടപ്പാടും ആണുള്ളത്. ഇവിടെ നേരത്തെ രാജേഷനും പറഞ്ഞതുപോലെ ഇത് അകത്തുള്ളത് പുറത്ത് അറിയരുത് എന്നുള്ളൊരു തത്വം നിലനിൽക്കെ ഒരു കേടുപാടുകളും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയങ്ങളെ കംപ്ലീറ്റ് ദൂരീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ, വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് നല്ല രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു നിമിത്തം മാത്രമാണ്. ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളും ഒരുപാട് പേരുടെ പ്രവർത്തികളും ഇതിന്റെ പിന്നിലുണ്ട്. അത് സമൂഹത്തിലുള്ള നമ്മുടെ ഓരോരുത്തരും വിശ്വാസമാണ്. സമൂഹത്തിന്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മലപ്പുറം ശ്രീനിവാസൻ ആശാരിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. സംഘം വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ താമസിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കടയ്ക്കലമ്മ എന്ന പേരിലാണ് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ മൂർത്തി അറിയപ്പെടുന്നത്. പരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ് കടയ്ക്കലമ്മ. ഉഗ്രഭാവത്തിലെന്നാണ് സങ്കല്പം. ദേവിയുടെ തൃപ്പാദം കടയ്ക്കൽ എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് കിട്ടിയതെന്നും കരുതുന്നു. നാനാജാതി മതസ്ഥരെയും ആകർഷിക്കുന്ന പ്രശസ്തമായ കടയ്ക്കൽ തിരുവാതിര ഉത്സവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ട്രൂത്ത് വിഷൻ ന്യൂസ്, കടയ്ക്കൽ.